الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له اللهم لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك اللهم لا نحصي ثناء عليك أنت كما أثنيت على نفسك ولك الحمد حتى ترضى وصلى الله وسلم على سيدنا محمد وعلى آله وأصحابه ومن اهتدى بهديه وجاهد في سبيله إلى يوم الدين أيها الناس أوصيكم عباد الله بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل تعالوا أتل ما حرم ربكم عليكم ألا تشركوا به شيئا وبالوالدين إحسانا ولا تقتلوا أولادكم من إملاق نحن نرزقكم وإياهم ولا تقربوا الفواحش ما ظهر منها وما بطن ولا تقتلوا النفس التي حرم الله إلا بالحق ذلكم وصاكم به لعلكم تعقلون صدق الله العلي العظيم. ബഹുമാന്യരായ സഹോദരീ സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ടും ഭയന്നുകൊണ്ടും ജീവിക്കണമെന്ന് ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നിന്ന് ശ്രദ്ധേയമായ ചില ഭാഗങ്ങൾ തിരഞ്ഞെടുത്തുകൊണ്ട് അവ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ഏതാനും ആഴ്ചകളായി നാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം അങ്ങേയറ്റം പ്രധാനവും പഠനാർഹവുമാണ്. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് അവന്റെ ജീവിതത്തിന്റെ മാതൃക. ആ തിരുമേനിയെ മനസ്സിലാക്കാതെ കണ്ട്, ആ റസൂലിന്റെ ചരിത്രം ഉൾക്കൊള്ളാതെ കണ്ട്, അതിൽ നിന്ന് പാഠങ്ങൾ പഠിക്കാതെ കണ്ട് ഒരാൾക്ക് യഥാർത്ഥ സത്യവിശ്വാസിയായി ജീവിച്ചു മരിക്കുക സാധ്യമല്ല. അതേ അവസരത്തിൽ നമ്മുടെ മുസ്ലിം തലമുറകൾ ഈ പ്രവാചക ചരിത്രത്തോട് ഒരു തരത്തിലുള്ള അവഗണനയും അശ്രദ്ധയുമാണ് പുലർത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അവർക്ക് ശ്രദ്ധേയമായതും അവരുടെ താല്പര്യങ്ങൾ കൂടുതൽ ആകർഷണീയമായി തോന്നുന്നതുമൊക്കെ മറ്റു തരത്തിലുള്ള വിജ്ഞാനങ്ങളും മറ്റു തരത്തിലുള്ള വ്യക്തിത്വങ്ങളുമാണ്. ഇത് അവരുടെ ജീവിതത്തെ ഒന്നാകെ തകിടം മറിക്കുകയും സന്മാർഗത്തിലേക്കുള്ള അവരുടെ പ്രയാണത്തെ തിരിച്ചുവിടുകയും ചെയ്യുന്നു എന്നുള്ളത് ഒരു ദുഃഖ സത്യമാണ്. അപ്പോൾ ഈ പശ്ചാത്തലത്തിലാണ് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് മാതൃകയാവേണ്ടതും തിരുമേനിയുടെ ജീവിതത്തിൽ നിന്ന് നാം വെളിച്ചം ഉൾക്കൊള്ളേണ്ടതും. കഴിഞ്ഞ തവണ നാം വിശദീകരിച്ചത് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിക പ്രബോധനവുമായി ഏകദേശം 10 വർഷം പിന്നിട്ട സാഹചര്യത്തെ സംബന്ധിച്ചാണ്. ഈ കാലയളവിൽ അള്ളാഹുവിന്റെ ദീനിനെ മനുഷ്യ സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയും അവർക്ക് അത് എത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയും തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹിച്ച പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ഈ കാര്യങ്ങളെ സംബന്ധിച്ച് നാം വിശദീകരിക്കുകയുണ്ടായി. അവസാനമായി തായിഫിലേക്ക് പോയതും അവിടെ നിന്നുള്ള തിരിച്ചുവരവും ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ കണ്ട് വളരെ പ്രയാസപ്പെട്ട് അങ്ങേയറ്റം മനസ്സ് ദുഃഖിച്ചുകൊണ്ടായിരുന്നു തിരുമേനി മക്കയിലേക്ക് മടങ്ങി വന്നത് എന്ന് ആ ചരിത്രത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. ഈ പശ്ചാത്തലത്തിൽ അള്ളാഹുവിന്റെ ദീനിനെ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കണമെന്നുണ്ട് എങ്കിലും, ഈ കാര്യങ്ങൾ ആളുകളോട് പറയണമെന്നുണ്ട് എങ്കിലും, ആരുടെയെങ്കിലുമൊക്കെ സപ്പോർട്ടും പിന്തുണയും അനിവാര്യമാണ്. അതില്ലാതെ സാധ്യമല്ല
എന്ന് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ബോധ്യമുണ്ട്. ആരാണ് എന്നെ സഹായിക്കാൻ, ആരുടെ പിന്തുണയാണ് എനിക്ക് ലഭിക്കുക? ആളുകൾ മുഴുവൻ അവരവരുടെ കാര്യങ്ങളും അവരവരുടെ താല്പര്യങ്ങളുമാണ് ചിന്തിക്കുക. ഖുറൈശികളിൽപ്പെട്ട പ്രവാചകനെ ഖുറൈശികൾ വേണ്ട എന്ന് വെച്ചുകൊണ്ട് കൈയൊഴിഞ്ഞിരിക്കുന്നു. അതിന്റെ നേതാക്കന്മാരും അതിന്റെ നായകന്മാരും എല്ലാം പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എതിരാണ്. ഖുറൈശികളാണ് എങ്കിൽ അറേബ്യയിലെ ഏറ്റവും ഉയർന്ന ഏറ്റവും പ്രബലമായ ഗോത്രവുമാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആർക്കെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള സഹതാപം തോന്നുകയോ നബിയെ സഹായിക്കണം എന്ന് വിചാരിക്കുകയോ ചെയ്താൽ പോലും ഇത്രയും വലിയ ഒരു എതിർപ്പ് ഞങ്ങൾ എന്തിനാണ് അത് വെറുതെ ക്ഷണിച്ചു വരുത്തുന്നത് എന്ന് ചിന്തിച്ചുകൊണ്ട് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നിൽ അണിനിരക്കാനോ അല്ലെങ്കിൽ തിരുമേനിക്ക് പിന്തുണ നൽകാനോ സന്നദ്ധമല്ലാത്ത ഒരു സാഹചര്യമാണ് ചുറ്റുപാടും ഉള്ളത്. പക്ഷേ ആശ കൈവെടിയാതെ കണ്ട് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ ഗോത്രങ്ങളെയും സമീപിക്കുന്നതാണ് പിന്നീട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒന്നൊഴിയാതെ കണ്ട് എല്ലാവരെയും പോയി കാണുക, എല്ലാവരോടും തന്റെ സംഗതികൾ വിശദീകരിക്കുക, പറയുക, അവരുടെ പിന്തുണ തേടുക. ഇങ്ങനെയുള്ള ഒരു നിലപാട് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിക്കുന്നത് നമുക്ക് കാണാം. നബിയുടെ ആഗ്രഹം അള്ളാഹുവിന്റെ ഈ ദീനിനെ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു സ്വതന്ത്രമായ അന്തരീക്ഷം ഉണ്ടാവണം, അതിന് എനിക്ക് സാധിക്കണം എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പലരെയും പോയി കാണും, അവരോട് പറയും, മൻ റജുലുൻ യഹ്മിലുനി ഇലാ ഖൗമിഹി ഫയംനഉനി. ആരാണ് സ്വന്തം ജനതയിലേക്ക് എന്നെ കൊണ്ടുപോവുകയും അങ്ങനെ എനിക്ക് വേണ്ടിയിട്ട് ഒരു പ്രതിരോധം സൃഷ്ടിക്കുകയും ചെയ്യാൻ ആർക്കാണ് സാധിക്കുക? ഹത്താ ഉബല്ലഗ റിസാലത്ത റബ്ബി, ഞാൻ എന്റെ റബ്ബിന്റെ ഈ സന്ദേശം ഒന്ന് എത്തിച്ചു കൊടുക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ ദീന് ആളുകൾക്കൊന്ന് പറഞ്ഞു കൊടുക്കട്ടെ. ഇതിനുള്ള ഒരു സംരക്ഷണം ആരാണ് എനിക്ക് തരിക? ഫഇന്ന ഖുറൈശൻ ഖദ് മനഊനി, ഖുറൈശികൾ എന്നെ ഇതിൽ നിന്ന് തടയുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ഖുറൈശികളുടെ ഈ തടവ് കാരണത്താൽ അല്ലെങ്കിൽ അവരുടെ പ്രതിരോധം കാരണം എനിക്ക് ഈ ഉത്തരവാദിത്വം ഭംഗിയായി നിറവേറ്റാൻ സാധിക്കുന്നില്ല. അതാരാണ് ചെയ്തു തരിക എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തികളെയും സമീപിക്കുന്നു, ഗോത്രങ്ങളെയും സമീപിക്കുന്നു. അങ്ങനെ ആരിലൊക്കെയാണോ പ്രതീക്ഷ കാണുന്നത് ആ ആളുകളെ മുഴുവൻ തന്നെ സമീപിക്കുന്ന ഒരു രീതി നമുക്ക് ഈ സന്ദർഭത്തിൽ കാണാൻ സാധിക്കും. പലപ്പോഴും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ഉണ്ടാകും. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് ഗോത്രങ്ങളെ സംബന്ധിച്ചൊക്കെ ശരിയായ അറിവും വിവരവുമുള്ള വ്യക്തി. ഓരോ ഗോത്രത്തിലും അതിന്റെ നയതാക്കന്മാർ ആരൊക്കെയാണ്, അവരെത്രത്തോളം ഉണ്ട്, അവരുടെ അംഗസംഖ്യ എത്രത്തോളമാണ്, അവരുടെ ചരിത്രം എന്താണ്, ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് അറബികളുടെ ഇടയിൽ തന്നെ ഏറ്റവും അറിവുണ്ടായിരുന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനായിരുന്നു എന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ഓരോ ഗോത്രങ്ങളെയും സംബന്ധിച്ചുള്ള അറിവുകൾ അത് ശേഖരിച്ച് അത് അവരുമായിട്ട് ബന്ധപ്പെടാനും ഒക്കെയുള്ള ആ അവസരം ഒരുക്കുന്നത്, സാഹചര്യം ഒരുക്കുന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിരുന്നുവെന്നും റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ചെന്ന് കണ്ട് അവരുമായി സംഭാഷണം നടത്തുകയും അവരുടെ മുന്നിൽ വിഷയം അവതരിപ്പിക്കുകയും ചെയ്യുകയായിരുന്നു പതിവ് എന്നും ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. പല സന്ദർഭങ്ങളിലും റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പോകുന്നതിന്റെ പിറകെ ഇന്ന വിഭാഗത്തെ പോയി കാണുന്നുണ്ട്, അവരുമായി സംസാരിക്കുന്നുണ്ട് എന്നൊക്കെയുള്ള അറിവ് കിട്ടിയാൽ അത് തടയുന്നതിന് വേണ്ടിയും അവരുടെ പിന്തുണ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയും അബൂലഹബിനെ പോലെയുള്ള ഖുറൈശി നേതാക്കന്മാർ പിറകെ പോവുകയും ചെയ്യാറുണ്ടായിരുന്നു എന്നും ചരിത്രം നമുക്ക് വ്യക്തമാക്കി തരുന്നു. ലാ തസ്മഉഹു ഫഇന്നഹു കദ്ദാബ്, അയാൾ പറയുന്നത്, അവൻ പറയുന്നതൊന്നും തന്നെ നിങ്ങൾ കേൾക്കരുത്, അവൻ നുണയനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അബൂലഹബ് പിറകെ കൂടിയ പല ചരിത്ര സംഭവങ്ങളും നമുക്ക് കാണാം. പക്ഷെ അതെല്ലാം തന്നെ അവഗണിച്ചുകൊണ്ടും അതുപോലെ തന്നെ പല സന്ദർഭങ്ങളിലും രാത്രി സമയത്തായിരുന്നു തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കറും പല ഗോത്രങ്ങളെയും പോയി കാണാറുള്ളത്. കാരണം ഇങ്ങനെയുള്ള ശല്യങ്ങൾ ഇല്ലാതെയാക്കുന്നതിന് വേണ്ടി, മറ്റുള്ളവർ അറിയാതിരിക്കുന്നതിന് വേണ്ടി.
അവരുടെ പ്രതികരണമൊക്കെ മോശമാണ് എന്ന് കാണുമ്പോൾ അത് മറ്റുള്ളവർക്ക് കളിയാക്കി ചിരിക്കാനും ഒക്കെയുള്ള ഒരു അവസരമായിരിക്കുമല്ലോ. അപ്പൊ അത് വേണ്ടത്ര കഴിയുന്നത്ര കുറക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി രാത്രി സമയങ്ങളിലായിരുന്നു തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പല ഗോത്രങ്ങളെയും പോയി കാണുകയും അവരുടെ മുന്നിൽ വിഷയങ്ങളൊക്കെ അവതരിപ്പിക്കുകയും ചെയ്യാറുണ്ടായിരുന്നത്. വളരെ മോശമായ രീതിയിലായിരുന്നു പലരുടെയും പെരുമാറ്റം, പ്രതികരണം. ചിലർ ചീത്ത പറയും, ശകാരിക്കും, ചിലർ ആട്ടിയോടിക്കും, ചിലർ മുഖത്ത് തുപ്പും, ചിലർ മണ്ണുവാരി എറിയും. ഇങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ പോലും റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കുന്നതാണ്. ഒരു സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ദാരുണാവസ്ഥ കണ്ടുകൊണ്ട് തിരുമേനിയുടെ മകൾ സൈനബ് സഹിക്കാൻ സാധിക്കാതെ കണ്ട് കരയുകയും പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്തു എന്നും ഒരു പാത്രത്തിൽ വെള്ളം കൊണ്ടുവന്ന് തന്റെ പിതാവിന്റെ മുഖത്ത് അവർ എറിഞ്ഞ ആ ചളിയും മണ്ണുമെല്ലാം തന്നെ കഴുകിക്കളഞ്ഞ സൈനബിന്റെ ചരിത്രവും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ആ രൂപത്തിൽ വളരെ വൃത്തികെട്ട രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു പ്രവാചകൻ അർഹിക്കുന്ന ഒരു ബഹുമാനവും ആദരവും കൊടുക്കുന്നത് പോകട്ടെ, സാമാന്യമായി ചെയ്യേണ്ടതായ ഒരു മാനുഷികമായ രീതിയിലുള്ള ഒരു പെരുമാറ്റമൊന്നും തന്നെ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിക്കാതെയായിരുന്നു ഈ നാളുകളെല്ലാം തന്നെ കടന്നുപോയത്. പക്ഷേ അള്ളാഹുവിന്റെ റസൂൽ അള്ളാഹുവിന്റെ ഈ ദീനിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും തന്നെ ആശകെട്ടവനായില്ല, നിരാശനായില്ല. തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പ്രവർത്തനം തുടർന്നുകൊണ്ടേയിരുന്നു. പല ഗോത്രങ്ങളെയും അദ്ദേഹം പോയി കാണും, പലരുമായി സംസാരിക്കും, പലരുമായി സഹായം അഭ്യർത്ഥിക്കും. ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിലായിരുന്നു നബി തിരുമേനി ഉണ്ടായിരുന്നത്. ഈ കൂട്ടത്തിൽ 2-3 ഗോത്രക്കാരുമായിട്ടുള്ള തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംസാരം വളരെ ശ്രദ്ധേയമാണ്. ആ കൂട്ടത്തിലാണ് ബനു ആമിർ ഗോത്രം എന്ന് പറയുന്ന ഒരു ഗോത്രം. പലപ്പോഴും തന്നെ ഈ ഗോത്രങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തെരഞ്ഞെടുക്കുക അവരുടെ അംഗസംഖ്യയും അതുപോലെ തന്നെ അവരുടെ ശക്തിയും പരിഗണിച്ചുകൊണ്ടും ഖുറൈശികൾക്കെതിരായിട്ട് എന്തെങ്കിലും തന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിൽക്കാൻ കരുത്തുള്ളവരാണോ അല്ലേ എന്നൊക്കെ നോക്കിക്കൊണ്ടാണ് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ സമീപിക്കാറുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഓരോ പ്രദേശങ്ങളിലുമുള്ള അവരുടെ സ്വാധീനം, അവരുടെ ആ സ്വാധീനം കിട്ടിയാൽ ആ പ്രദേശങ്ങളിൽ നടത്താൻ സാധിക്കുന്ന പ്രവർത്തനങ്ങൾ, ദീനി പ്രവർത്തനങ്ങൾ, ഇസ്ലാമിന്റെ ദഅവത്ത്, ഇത്തരം കാര്യങ്ങളൊക്കെ ആസൂത്രണം ചെയ്തുകൊണ്ടും പ്ലാനിട്ടുകൊണ്ടുമായിരുന്നു തിരുമേനി നടത്തിയിരുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അങ്ങനെ ഈ ബനു ആമിർ ഗോത്രവുമായി റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ അവരുടെ നേതാക്കന്മാരിൽപ്പെട്ട ഒരു വ്യക്തിയുണ്ട്, ബൈഹറ എന്ന് പറയുന്ന ഒരു വ്യക്തി. അദ്ദേഹം പറയുകയാണ്, അല്ലയോ മുഹമ്മദ്, നീ പറയുന്ന കാര്യങ്ങളൊക്കെ വളരെ ശരിയാണ്, പക്ഷേ ഒരു സംഗതി ഞങ്ങൾ നിന്നോട് ചോദിക്കുകയാണ്. നീ പറയുന്ന ഈ കാര്യങ്ങളൊക്കെ ഞങ്ങൾ അംഗീകരിച്ചു. ആ അംഗീകരിച്ചാൽ അതിന്റെ ഫലം അറബികളുടെ മുഴുവൻ തന്നെ എതിർപ്പുകൾ ഞങ്ങൾ ക്ഷണിച്ചു വരുത്തുക എന്നുള്ളതായിരിക്കും. ആ ക്ഷണിച്ചു വരുത്തി അവരോട് എതിരിടാനും അവരോട് യുദ്ധം ചെയ്യാൻ പോലും അങ്ങനെ ഞങ്ങളുടെ ജീവനും ഞങ്ങളുടെ ശരീരവും ഒക്കെ നിന്റെ മാർഗത്തിൽ അർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നീട് അള്ളാഹുവിന്റെ ഒരു വിജയവും അതുപോലെ തന്നെ ഈ രീതിയിൽ നിന്റെ പ്രസ്ഥാനത്തിനും നിന്റെ ദീനിനുമൊക്കെ ഒരു നല്ല കാലവും വരികയാണ് എങ്കിൽ, അങ്ങനെ നിന്റെ ദീൻ ഉയരുകയും അതിന്റെ ഒരു മേധാവിത്വം ഇവിടെ സ്ഥാപിതമാവുകയും ചെയ്യുകയാണ് എങ്കിൽ, പിന്നീട് നീ മരിച്ചുപോയാൽ ഈ അധികാരവും പദവികളും ഒക്കെ ഞങ്ങൾക്ക് കിട്ടുമോ? ഞങ്ങളുടെ ബനു ആമിർ ഗോത്രം ഏകദേശം 1000-ഓളം യോദ്ധാക്കളുള്ള സേനാനികളുള്ള ഒരു വലിയ ഗോത്രമാണ് ബനു ആമിർ ഗോത്രം. അപ്പൊ ആ ബനു ആമിർ ഗോത്രം നിന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി തയ്യാറായി വന്ന് എല്ലാ പിന്തുണയും നിനക്ക് പ്രഖ്യാപിച്ചു കഴിഞ്ഞു എന്ന് സങ്കല്പിക്കുക. അങ്ങനെ നിന്റെ ദീനിന് ഒരു വിജയവും ഒരു മേധാവിത്വവും ഒക്കെ ഉണ്ടായി നീ മരിച്ചു പോവുകയും ചെയ്താൽ പിന്നെ ഇതിന്റെ ആളുകളും ഇതിന്റെ നേതാക്കന്മാരും ഇതിന്റെ പേരിൽ രാജ്യവും മറ്റുമൊക്കെ സ്വന്തം സ്വാധീനത്തിൽ വെച്ചുകൊണ്ടിരിക്കേണ്ടവരും അത് ഞങ്ങളായിട്ട് മാറുമോ എന്നാണ് ഈ ബനു ആമിർ ഗോത്രത്തിന്റെ നേതാക്കളിൽപ്പെട്ട ബൈഹറയുടെ ചോദ്യം. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് മറുപടി പറയുന്നത്, ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനാണ്, ആ ദീനിന്റെ കാര്യം അവനാണ് തീരുമാനിക്കേണ്ടത്. അത് ആർക്കാണോ അതിന്റെ നേതൃത്വവും ആരാണ് അതിന്റെ അർഹതയും ഉള്ളവർ എന്ന് ആ സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിക്കേണ്ടതാണ് എന്നാണ് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് മറുപടി നൽകുന്നത്. അപ്പോൾ
ബൈഹറയുടെ മറുപടി അഫതുഹ്ദഫു നുഹൂറുനാ ലിൽ അറബി ഫൈദാ അൽഹറകല്ലാഹു കാനൽ അംറു ലിഗൈരിനാ ലാ ഹാജത ലനാ ബി അംരിക. ഞങ്ങളുടെ നെഞ്ഞുകൾ അറബികളുടെ മുന്നിൽ സമർപ്പിക്കുകയും അവരുടെ വാളുകൾ ഞങ്ങളുടെ നെഞ്ചത്ത് വീഴുകയും അങ്ങനെ പിന്നെ നീ വിജയിക്കുകയും നിനക്ക് ശക്തിയാവുകയും ഒക്കെ ചെയ്താൽ ഞങ്ങൾക്കൊന്നും ഇല്ലാതെയാവുക എന്നതാണോ നീ പറയുന്നതിന്റെ താല്പര്യം? ഇതിന് ഞങ്ങളെ കിട്ടുകയില്ല എന്ന് ബൈഹറ പറയുന്നു. അപ്പോൾ നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും, അറബികൾ ഓരോരുത്തരും തന്നെ ആ കാലഘട്ടത്തിൽ ചിന്തിക്കുന്നത് അവരവരുടെ കാര്യങ്ങളെ സംബന്ധിച്ചാണ്, അവരവരുടെ നേട്ടത്തെ സംബന്ധിച്ചാണ്. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ വിളിക്കുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഭൗതികമായ നേട്ടങ്ങൾ ഉണ്ടാകുമെന്നോ എന്റെ കാലശേഷം നിങ്ങൾ ഇന്നന്ന രൂപത്തിലൊക്കെ ആയിത്തീരുമെന്നോ ഉള്ള വാഗ്ദാനങ്ങൾ കൊടുത്തുകൊണ്ടല്ല. അള്ളാഹുവിന്റെ ദീനിന്റെ സന്ദേശമാണ് ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തരുന്നത്. ഞാൻ അള്ളാഹുവിന്റെ പ്രവാചകനാണ്. ആ അള്ളാഹുവിന്റെ പ്രവാചകനെ നിങ്ങൾ സഹായിക്കുകയും അദ്ദേഹത്തിനെ നിങ്ങൾ പിന്തുണയ്ക്കുകയും ചെയ്യുകയാണ് എങ്കിൽ നിങ്ങൾക്ക് അള്ളാഹുവിന്റെ പ്രീതി കിട്ടും എന്ന് മാത്രമേ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് വാഗ്ദാനം ചെയ്യുന്നുള്ളൂ. അള്ളാഹുവിന്റെ പ്രീതിയാണ് അവരുടെ പ്രതിഫലം. അതിനു വേണ്ടി ജീവിച്ചാലും അതിനു വേണ്ടി മരിച്ചാലും ഒക്കെ അവർക്ക് ലഭിക്കാൻ പോകുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള പ്രതിഫലമാണ്. അതല്ലാതെ കണ്ട് വേറെ ഒന്നും ഓരോ ഗോത്രത്തിന് പ്രത്യേകമായി അല്ലെങ്കിൽ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തുണക്കുന്നവർക്ക് പ്രത്യേകമായി കൊണ്ട് ഇന്നത് കിട്ടുമെന്നുള്ള ഒരു വാഗ്ദാനം തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ മുന്നിൽ വെക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ രീതി എന്തിനാണ് ഈ മനുഷ്യനെ ഞങ്ങൾ പിന്തുണക്കുന്നത്, അത് മുഖേന എന്തൊരു നേട്ടമാണ് ഞങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് എന്ന് ചിന്തിക്കുന്ന കേവലം ഭൗതികമായ വീക്ഷണത്തിലൂടെ കാര്യങ്ങളെ കാണുന്ന ആളുകൾക്ക് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി യോജിക്കാൻ സാധിക്കുമായിരുന്നില്ല. ബനു ആമിർ ഗോത്രത്തിന്റെ നിലപാട് ഇതായിരുന്നുവെങ്കിൽ ബനു ഷൈബാൻ ഗോത്രം എന്ന് പറയുന്ന വേറെ ഒരു ഗോത്രത്തെയും തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം സമീപിക്കുകയുണ്ടായി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ മുന്നിൽ ചെന്നുകൊണ്ട് അള്ളാഹുവിന്റെ ദീനിനെ സംബന്ധിച്ച് അവർക്ക് പറഞ്ഞു കൊടുക്കുകയും അതുപോലെ തന്നെ ദീനിന്റെ കാര്യങ്ങളൊക്കെ അവർക്ക് ഉണർത്തിക്കൊടുക്കുകയും ചെയ്യുകയുണ്ടായി. അങ്ങനെ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ഓതി കേൾപ്പിച്ച ആയത്താണ് ആദ്യമായി ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഖുൽ തആലു അത്ലു മാ ഹറമ റബ്ബുക്കും അലൈക്കും അല്ലാ തുശ്രികൂ ബിഹി ഷൈഅ. നിങ്ങൾ വരുവിൻ, നിങ്ങളുടെ രക്ഷിതാവ് നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിച്ചത് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദിവ്യ സന്ദേശങ്ങൾ ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അതിൽ ഒന്നാമതായി പറയുന്നു അല്ലാ തുശ്രികൂ ബിഹി ഷൈഅ. അല്ലാഹുവിൽ മറ്റൊന്നിനെയും നിങ്ങൾ പങ്കു ചേർക്കരുത്. ഏകനായ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് കീഴ്പ്പെട്ടുകൊണ്ട് നിങ്ങൾ ജീവിക്കണം. അങ്ങനെ ഏകദൈവത്വം തൗഹീദ് എന്ന് പറയുന്നതായിരിക്കണം നിങ്ങളുടെ ജീവിതത്തിന്റെ ആണിക്കല്ല്. ആ തൗഹീദിനെ നിങ്ങൾ അംഗീകരിക്കുകയും മറ്റെല്ലാ തരത്തിലുള്ള ശിർക്കുകളെ നിങ്ങൾ ഉപേക്ഷിക്കുകയും ചെയ്യണം. വബിൽ വാലിദൈനി ഇഹ്സാന. നിങ്ങൾ മാതാപിതാക്കന്മാരോട് സുഹൃതം ചെയ്യണം, നന്മ ചെയ്യണം. മാതാപിതാക്കന്മാരെ ആദരിക്കുകയും ബഹുമാനിക്കുകയും അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുകയും ചെയ്യണം. ഇതും ഈ ദീനിന്റെ സുപ്രധാനമായ കൽപ്പനകളിൽപ്പെട്ടതാണ്. വലാ തഖ്തുലു ഔലാദക്കും മിൻ ഇംലാഖ്. മൂന്നാമതായി പറയുന്നു, ദാരിദ്ര്യം ഭയന്നുകൊണ്ട് നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ കൊന്നുകളയരുത്. കുട്ടികളെ കൊല്ലുക എന്നൊക്കെ പറയുന്നതും ദാരിദ്ര്യത്തെ ഭയന്നുകൊണ്ട് എന്ത് മൃഗീയമായ നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതും, പ്രത്യേകിച്ചും സ്വന്തം ശക്തി കൊണ്ടും ആയുധശേഷി കൊണ്ടും ആഹാരങ്ങൾ സമ്പാദിക്കാനും മറ്റുള്ളവരുടെ ധനം നേടിയെടുക്കാനും കഴിവില്ലാത്തവർ എന്ന് കരുതപ്പെടുന്ന പെൺകുട്ടികളെയും സ്ത്രീകളെയും ഒക്കെ അങ്ങേയറ്റം മനുഷ്യത്വഹീനമായ രീതിയിൽ അവരെ ദ്രോഹിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്യുന്ന സമ്പ്രദായമുണ്ടായിരുന്നു. ഇത് നിങ്ങൾ ചെയ്യരുത്. വലാ തഖ്തുലു ഔലാദക്കും മിൻ ഇംലാഖ്. നിങ്ങളുടെ സന്തതികൾ, അത് ആണാവട്ടെ പെണ്ണാവട്ടെ, ആരെയും തന്നെ ദാരിദ്ര്യം ഭയന്നുകൊണ്ട് നിങ്ങൾ കൊല്ലരുത്. നഹ്നു നർസുഖുക്കും വ ഇയ്യാഹും. അവർക്കും ആഹാരം നൽകുന്നത് നാമാണ്, നിങ്ങൾക്കും ആഹാരം നൽകുന്നത് നാമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വലാ തഖറബുൽ ഫവാഹിഷ മാ ലഹറ മിൻഹാ വ മാ ബതൻ. മ്ലേച്ഛമായ കാര്യങ്ങൾ ചെയ്യരുത്, മലിനമായ സദാചാര വിരുദ്ധമായ കാര്യങ്ങൾ ഉണ്ടാവരുത്. മോഷണം, വ്യഭിചാരം, അതുപോലെ തന്നെ മറ്റുള്ളവരെ ദ്രോഹിക്കുക, അനാഥക്കുട്ടികളെ ദ്രോഹിക്കുക, ഇങ്ങനെയുള്ള മ്ലേച്ഛമായ കാര്യങ്ങൾ, അങ്ങനെയുള്ള എല്ലാ ധാർമ്മിക വിരുദ്ധമായ അധാർമികമായ സദാചാര വിരുദ്ധമായ കാര്യങ്ങൾ
അത് പരസ്യമായോ രഹസ്യമായോ ഒന്നും തന്നെ നിങ്ങൾ ചെയ്യരുത്. വലാ തഖ്തുലുൻ നഫ്സല്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരിച്ചിരിക്കുന്ന മനുഷ്യാത്മാക്കളെ ഒരിക്കലും തന്നെ നിങ്ങൾ വധിച്ചു കളയരുത്. മറ്റുള്ളവരെ കൊല്ലുക, അവരുടെ ജീവനെ അപഹരിക്കുക, അവന്റെ ജീവന് പവിത്രത കൽപ്പിക്കാതിരിക്കുക, ഇത് സർവ്വസാധാരണമായിരുന്നല്ലോ അവരുടെ ഇടയിൽ. പരിശുദ്ധ ദീനുൽ ഇസ്ലാം ആദ്യം മുതൽ തന്നെ അവരോട് കൽപ്പിച്ചു, വലാ തഖ്തുലുൻ നഫ്സല്ലതി ഹറമല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരിച്ചിരിക്കുന്ന മനുഷ്യാത്മാക്കളെ നിങ്ങൾ ഒരിക്കലും തന്നെ കൊല ചെയ്യരുത്. ദാലികും വസ്സാക്കും ബിഹി ലഅല്ലക്കും തഅഖിലൂൻ. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളോട് ഉപദേശിക്കുന്നതായ കാര്യങ്ങൾ. നിങ്ങൾ ചിന്തിക്കുന്നവരും കാര്യങ്ങൾ ഗ്രഹിക്കുന്നവരും ആണ് എങ്കിൽ ഇതാണ് നിങ്ങൾക്ക് ഉത്തമമായിട്ടുള്ളത്, ഇതനുസരിച്ചുള്ള ഒരു ജീവിതമാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടത് എന്ന് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ കേൾപ്പിക്കുകയുണ്ടായി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീന് എന്താണ്, അത് പറയുന്ന കാര്യങ്ങൾ എന്താണ് സമൂഹത്തോട് തിരുമേനിക്ക് പറയാനുള്ളത്, ഈ കാര്യങ്ങളാണ് വളരെ ചുരുക്കിക്കൊണ്ട് ഈ ആയത്തിൽ കാണാൻ സാധിക്കുന്നതും റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശങ്ങളിൽ അടങ്ങിയിട്ടുള്ളതും. ഇത് കേട്ടപ്പോൾ ബനു ശൈബാൻ ഗോത്രത്തിന്റെ നേതാവായിരുന്ന മഫ്റത്ത് പറയുകയുണ്ടായി, ഇന്നമാ തദഊന ഫവല്ലാഹി മാ സമഅതു കലാമൻ അഹ്സന മിൻ ഹാദാ. അല്ലാഹുവാണ് സത്യം, ഇതിനേക്കാളും ഉത്തമമായ വേറൊന്നും തന്നെ ഞാൻ കേട്ടിട്ടില്ല. അപ്പോൾ വളരെ നല്ല കാര്യങ്ങളാണ് താങ്കൾ ഞങ്ങളെ ഉപദേശിക്കുന്നത്, തീർച്ചയായും തന്നെ അംഗീകാരയോഗ്യമായ കാര്യങ്ങളാണത്, വളരെ ശ്രേഷ്ഠമായ ഉപദേശങ്ങളാണ്, ഇതിലൊന്നും തന്നെ ഒരു സംശയവുമില്ല. തുടർന്നുകൊണ്ട് അവരുടെ പല നേതാക്കന്മാരും അതിലിടപെട്ടുകൊണ്ട് സംസാരിക്കുകയാണ്, ഏതായിരുന്നാലും ഞങ്ങൾ വന്നിട്ടുള്ളത് വലിയൊരു വിഭാഗത്തിന്റെ പ്രതിനിധികൾ എന്നുള്ള തോതിലോ നേതാക്കന്മാർ എന്നുള്ള തോതിലോ ആണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് ഒരു തീരുമാനമെടുക്കുക എന്നുള്ളത് അത്ര ഉചിതമായിരിക്കുകയില്ല. അതുകൊണ്ട് ഞങ്ങൾ പോകട്ടെ, മറ്റുള്ളവരോടൊക്കെ അന്വേഷിക്കട്ടെ, അവരുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവർ അവരുടെ തീരുമാനം നീട്ടിവെക്കുകയും അവരുടെ ജനസമൂഹത്തിലേക്ക് തിരിച്ചു പോവുകയും ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു. അവർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നിലപാടിനെ വളരെയേറെ പ്രശംസിക്കുകയുണ്ടായി. അങ്ങനെ തന്നെയാണ് വേണ്ടത് എന്നും നിങ്ങൾ തിരക്കിട്ടൊന്നും തീരുമാനിക്കേണ്ട എന്നുമൊക്കെയുള്ള ശൈലിയിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് സംസാരിക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണാം. ഈ വിഭാഗം ശൈബാൻ ഗോത്രക്കാർ, ബനു ശൈബാൻ ഗോത്രക്കാർ പെട്ടെന്ന് മുസ്ലിമീങ്ങളായില്ല എങ്കിലും പിന്നീട് നമുക്ക് കാണാൻ സാധിക്കുന്ന ക്രമേണയായിക്കൊണ്ട് അവർ മുസ്ലിമീങ്ങളായിക്കൊണ്ട് മാറുകയും റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ അവർക്ക് ഇസ്ലാമിൽ പ്രവേശിക്കുകയും ചെയ്യുന്നു. മാത്രമല്ല പിൽക്കാലത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ഒക്കെ കാലഘട്ടത്തിൽ ഇറാഖ് വിജയത്തിന്റെ നേതൃത്വം തന്നെ വഹിച്ചിരുന്നത് മുസന്ന ബിൻ ഹാരിസ എന്ന് പറയുന്ന ശൈബാൻ ഗോത്രക്കാരനായിരുന്നുവെന്നും ആ ശൈബാൻ ഗോത്രത്തിലെ പടയാളികൾ മുസന്ന ബിൻ ഹാരിസയുടെ കീഴിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ വലങ്കൈയായിക്കൊണ്ട് ഇസ്ലാമിക പ്രബോധന മാർഗത്തിൽ മുൻപന്തിയിൽ ഉണ്ടായിരുന്നു എന്നും ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നു. അപ്പോൾ അവർ പെട്ടെന്ന് ഉടനെ തന്നെ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ചില്ല എങ്കിലും വീണ്ടും തന്നെ അവരുടെ ജനതയിലേക്ക് മടങ്ങി പല ആളുകളെയും ഇസ്ലാമിന്റെ സന്ദേശം ആകർഷിക്കുകയും അവർ ക്രമേണയായി ഇസ്ലാമിൽ വന്നുകൊണ്ടിരിക്കുന്നതും ചരിത്രം നമുക്ക് വ്യക്തമാക്കി തരുന്നു. അപ്പൊ ഇതാണ് രണ്ട് ഗോത്രങ്ങളുമായിട്ടുള്ള തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചില അനുഭവങ്ങൾ. ഗോത്രങ്ങളുമായിട്ട് മാത്രമല്ല, പ്രമുഖരായ വ്യക്തികളാണ് വരുന്നത് എങ്കിൽ ആ വ്യക്തികളെ സന്ദർശിക്കുക, അവരുമായിട്ട് ആശയവിനിമയം നടത്തുക എന്നുള്ളതും പ്രവാചകന്റെ സ്വഭാവമായിരുന്നു. ചെറിയ ചെറിയ ഗ്രൂപ്പുകളാണ് എങ്കിൽ അവരെയും ചെന്ന് കാണുക, ആരെയും തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒഴിവാക്കുമായിരുന്നില്ല, രഹസ്യമായും പരസ്യമായും. അതുപോലെയുള്ള കിട്ടുന്ന എല്ലാ സന്ദർഭങ്ങളും ഉപയോഗപ്പെടുത്തി അള്ളാഹുവിന്റെ ദീൻ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ, അവരെ അതിലേക്ക് ക്ഷണിക്കാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പെടാപ്പാടുപെടുന്നതാണ് നമുക്ക് ഈ സന്ദർഭത്തിൽ കാണാൻ സാധിക്കുന്നത്. ഈ സന്ദർഭത്തിലാണ്, ഈ വേളയിലാണ് മദീനയിൽ നിന്ന് 6 ആളുകൾ ഹജ്ജ് നിർവഹിക്കുന്നതിന് വേണ്ടി മക്കയിലേക്ക് വരുന്നത്. വളരെ പ്രമുഖരായ ഇസ്ലാമിക ചരിത്രത്തിൽ വളരെയേറെ അറിയപ്പെടുന്ന ആളുകളായിരുന്നു ഇവർ 6 പേരും എന്ന് നമുക്ക് കാണാം. അസ്അദ് ബിൻ സുറാറ, അതുപോലെ തന്നെ ഔഫ് ബിനുൽ ഹാരിസ്, റാഫിഉ ബിൻ മാലിക്, ഖുത്ബത്ത് ബിൻ ആമിർ എന്നും അതുപോലെ ഉഖ്ബത്ത് ബിൻ ആമിർ എന്നും പറയുന്ന 2 സഹോദരന്മാർ, ജാബിർ റളിയല്ലാഹു അൻഹു, ജാബിർ ബിൻ അബ്ദുല്ല ഇസ്ലാമിക ചരിത്രത്തിൽ വളരെ പ്രസിദ്ധനായ സഹാബിയാണ്. ഇങ്ങനെ ജാബിർ ബിൻ അബ്ദുല്ല, ഇങ്ങനെയുള്ള ആളുകൾ അടങ്ങിയ 6 പേരാണ് ഹജ്ജ് നിർവഹിക്കുന്നതിന് വേണ്ടി മക്കയിലേക്ക് വരുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ പോയി കാണുകയുണ്ടായി. അവരുടെ മുന്നിൽ ഇസ്ലാമിന്റെ സന്ദേശങ്ങളൊക്കെ വെക്കുകയും
അവരോട് ഇസ്ലാമിനെ സംബന്ധിച്ച് സംസാരിക്കുകയും അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുകയും ചെയ്യുന്നു പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവർക്ക് നേരത്തെ തന്നെ ഒരു പ്രവാചകന്റെ ആഗമനത്തെ സംബന്ധിച്ച് മദീനയിൽ നിന്ന് വരുന്നവരാണ് ഇവർ. അതുകൊണ്ട് പ്രവാചകന്റെ ഈ സമൂഹത്തെ വരവിനെ സംബന്ധിച്ചൊക്കെ ജൂതന്മാർക്കിടയിലുള്ള സംസാരവും മറ്റുമൊക്കെ അവർ കേട്ടിട്ടുണ്ടായിരുന്നു. ഈ വേളയിലാണ് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവരുമായി കൂടി ചേരുന്നതും അവരുമായി സംസാരിക്കുന്നതും. ഈ സംസാരങ്ങളൊക്കെ കേട്ടപ്പോൾ അവരുടെ പ്രതികരണം ഇന്നാ ഖദ് തറക്നാ ഖൗമന, ഞങ്ങളെ വലിയ ഒരു സമൂഹത്തെയും വിട്ടേച്ചുകൊണ്ടാണ് വന്നിട്ടുള്ളത്. വലാ ഖൗമ ബൈനഹും മിനൽ അദാവത്തി വശർരി മാ ബൈനഹും, എന്നാൽ ആ സമൂഹത്തിൽ പരസ്പര ശത്രുതയും അതുപോലെ തന്നെ പരസ്പര വൈരവും വിരോധവും എത്രത്തോളം ഉണ്ടോ അത് വേറെ ഒരു സമൂഹത്തിലും കാണാൻ സാധ്യമല്ല. നമുക്കറിയാമല്ലോ ഔസ് ഖസ്റജ് ഗോത്രങ്ങളുടെയൊക്കെ അവസ്ഥ. അതിനെ സംബന്ധിച്ച് സൂചിപ്പിച്ചുകൊണ്ടാണ് പറയുന്നത്, പരസ്പരം പോരാടി രക്തം ചിന്തി തമ്മിൽ കൊല ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ഒരു ജനസമൂഹത്തെയാണ് ഞങ്ങൾ പ്രതിനിധീകരിക്കുന്നത്. അവരെ സ്വന്തം നാട്ടിൽ വിട്ടേച്ചുകൊണ്ടാണ് ഞങ്ങൾ ഹജ്ജ് ചെയ്യുന്നതിന് വേണ്ടി മക്കയിലേക്ക് വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഒരു പക്ഷേ താങ്കൾ മുഖേന അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിൽ ഒരു ഐക്യമുണ്ടാക്കിയേക്കാം. അപ്പോ യുദ്ധം ചെയ്ത് രക്തം ചിന്തി സഹോദരന്മാരും അതുപോലെ തന്നെ കുടുംബത്തിലെ എല്ലാ ആളുകളും നശിച്ച ഒരു പശ്ചാത്തലത്തിലാണ് ഈ നേതാക്കന്മാർ വന്നിട്ടുള്ളത്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരിക എന്നുള്ളത് വളരെ നിർബന്ധമാണ് എന്നും അത് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യമാണ് എന്നും അവർ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. ഈ പ്രവാചകൻ തീർച്ചയായും തന്നെ ഇതിന് സഹായകമാകും എന്ന നിലപാടായിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ പറയുകയാണ്, ഫസനഖ്ദുമു അലൈഹിം ഫനദുഊഹും ഇലാ അംരിക, ഞങ്ങൾ ആ ഞങ്ങളുടെ നാട്ടിൽ പോയി താങ്കളുടെ കാര്യത്തെ സംബന്ധിച്ച് അവരോട് സംസാരിക്കാം. ഞങ്ങൾ സ്വീകരിച്ച ഈ നിലപാട് അവർ സ്വീകരിക്കുകയും ഈ ദീൻ അവർ ഉൾക്കൊള്ളുകയും ചെയ്യുകയാണ് എങ്കിൽ ഫയജ്മഅഹുല്ലാഹു അലൈക ഫലാ റജുല അഅസ്സു മിൻക, അല്ലാഹു സുബ്ഹാനഹു വ തആല താങ്കളുടെ ചുറ്റും അവരെ ഒരുമിച്ച് കൂട്ടുകയാണ് എങ്കിൽ, താങ്കൾ അവരുടെ നേതാവായി തീരുകയും അവർ താങ്കളുടെ ദീൻ അംഗീകരിക്കുകയും ചെയ്യുകയാണെങ്കിൽ താങ്കളെക്കാൾ ശക്തനായ ബലവാനായ പ്രാപ്തനായ ഒരു മനുഷ്യൻ വേറെ ഉണ്ടാവുകയില്ല. ഇതും പറഞ്ഞുകൊണ്ട് അവരെ മുസ്ലിമീങ്ങളായി തീരുകയും ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തുകൊണ്ടാണ് മദീനയിലേക്ക് തിരിച്ചുപോയത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ രീതിയിൽ ഈ ആളുകൾ മദീനയിലേക്ക് തിരിച്ചു പോവുകയും ആ മദീനയിൽ പോയി അവരുടേതായ ആ രൂപത്തിലൂടെ ദീനിന്റെ പ്രബോധനം അവർ നിർവഹിക്കുകയും ചെയ്യുന്നു. തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് ആളുകളോട് അവർ പറയുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന വിഷയങ്ങളെ സംബന്ധിച്ച് പറയുന്നു. അങ്ങനെ ആ രീതിയിലുള്ള ഒരു പ്രബോധന പ്രവർത്തനം ഈ ആളുകൾ മദീനയിൽ നിർവഹിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ പിന്നീട് പിറ്റേ വർഷം, അതായത് ഈ ആളുകള് മദീനയിലേക്ക് തിരിച്ചുപോയി അവർ ഹജ്ജ് കാലത്താണ് വന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടായി. പിറ്റേ ഹജ്ജ് കാലമായപ്പോഴേക്കും ഇവരുടെ പ്രവർത്തനത്തിന്റെ ഫലമായും മറ്റുമൊക്കെ കുറെ ആളുകൾ ഇസ്ലാമിനെ സംബന്ധിച്ച് കേൾക്കുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അവര് ഏതെങ്കിലും ഒരു ഈ ഔസ് ഖസ്റജ് പോലെയുള്ള ഗോത്രത്തിലെ പറ്റുന്ന ആളുകളോടെല്ലാം തന്നെ ഈ വിവരം പറയുകയും അവരുടെ എല്ലാം ശ്രദ്ധയിൽ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് സംസാരിക്കുകയും ചെയ്തതായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിന്റെ അടിസ്ഥാനത്തിലാണ് പിറ്റത്തെ വർഷം ഖസ്റജ് ഗോത്രക്കാരായ 10 പേരും ഔസ് ഗോത്രക്കാരായ 2 പേരും അടക്കം 12 പേര് മക്കയിലേക്ക് വരുന്നത്. ആ 12 ആളുകളെ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി പോയി കാണുന്നു. അത് ഒരു പ്ലാനോട് കൂടിയിട്ടുള്ള വരവാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇങ്ങനെയുള്ള ആളുകൾ വരുമെന്നും അവരുമായിട്ട് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കണമെന്നുമൊക്കെയുള്ള ഒരു ധാരണ നേരത്തെ പോയ ആളുകളിലൂടെ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാം. ആ അടിസ്ഥാനത്തിലാണ് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവരെ രാത്രി പോയി കാണുന്നത്. അവരെ കാണുകയും അവരെ ദീനിലേക്ക് ക്ഷണിക്കുകയും ഇസ്ലാമിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് വിശദീകരിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ അവർ ബായാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബൈഅത്ത് ചെയ്തു എന്നുള്ള രീതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ഒരു ഉടമ്പടിയിലും കരാറിലും എത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അവർ ഏറ്റുപറയുകയാണ്, ലാ നുശ്രികു ബില്ലാഹ്, ഞങ്ങൾ ഒരിക്കലും തന്നെ അല്ലാഹുവിന് മേൽ ശിർക്ക് ചെയ്യുകയില്ല, വലാ നസ്രിഖ്, ഞങ്ങൾ മോഷണം നടത്തുകയില്ല, വലാ നസ്നി, വ്യഭിചരിക്കുകയില്ല, വലാ നഖ്തുലു ഔലാദന,
കുട്ടികളെ ഞങ്ങൾ കൊല്ലുകയില്ല, വലാ നഹ്തി ബി ബുഹ്താൻ, അതുപോലെ മറ്റ് മലിനമായ മ്ലേച്ഛമായ പ്രവർത്തനങ്ങളൊന്നും തന്നെ ഞങ്ങൾ ചെയ്യുകയില്ല, വലാ നഅസിഹി ഫീ മഅറൂഫ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എതിരായിക്കൊണ്ട് ഒരു കാര്യവും ഞങ്ങൾ ചെയ്യുകയില്ല, തിരുമേനിയുടെ കൽപ്പന പാലിച്ചുകൊണ്ട് ഞങ്ങൾ ജീവിക്കും എന്നുള്ള രൂപത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ഒരു ഉടമ്പടി ചെയ്തുകൊണ്ടാണ്, ഒരു ബൈഅത്ത് ചെയ്തുകൊണ്ടാണ് ഈ ആളുകൾ അവരുടെ ദേശത്തേക്ക് മടങ്ങുന്നത്. പക്ഷേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ കൂടെ മിസ്അബ് ബിൻ ഉമൈർ എന്ന് പറയുന്ന സഹാബിയെ കൂടി പറഞ്ഞയക്കുകയാണ്. മിസ്അബ് ബിൻ ഉമൈർ എന്ന് പറയുന്ന സഹാബി വളരെ യോഗ്യനായ, ഖുർആനൊക്കെ അറിയുന്ന, വളരെ പ്രാപ്തനായ ആളുകളുമായി ഇടപഴകാനും ദീനിനെ സംബന്ധിച്ച് സംസാരിക്കാനുമൊക്കെ നല്ല ശേഷിയുള്ള, ആകർഷണീയതയുള്ള, കെൽപ്പുള്ള, പ്രാപ്തിയുള്ള ഒരു വ്യക്തിയായിരുന്നു. ആ മിസ്അബ് ബിൻ ഉമൈറിനെ നേതാവായി, അവരുടെ നേതാവായും അവർക്ക് ഖുർആൻ പഠിപ്പിക്കാൻ വേണ്ടിയും മദീനയിലെ ഇസ്ലാമിക പ്രവർത്തനത്തിന് നേതൃത്വം വഹിക്കാനുള്ള ചുമതല ഏൽപ്പിച്ചുകൊണ്ടുമാണ് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആളുകളെ തിരിച്ചയക്കുന്നത്. അങ്ങനെ മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു നേരത്തെ ആ 6 ആളുകൾ വന്ന കൂട്ടത്തിൽപ്പെട്ട അസ്അദ് ബിൻ സുറാറ എന്ന് പറയുന്ന വ്യക്തിയുടെ ആ വീട്ടിലാണ്, അദ്ദേഹത്തോടൊപ്പമാണ് താമസം. അദ്ദേഹം അവിടെ നിന്ന് ഇങ്ങനെ കിട്ടുന്ന സന്ദർഭങ്ങളെല്ലാം തന്നെ ഉപയോഗപ്പെടുത്തി പ്രവാചകനെ സംബന്ധിച്ചും ദീനിനെ സംബന്ധിച്ചും ഇസ്ലാമിനെ സംബന്ധിച്ചുമൊക്കെ ആളുകൾക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരിക്കും. ഇതിനിടയിലാണ് ഇങ്ങനെ മിസ്അബ് ബിൻ ഉമൈർ എന്ന് പറയുന്ന ഒരു വ്യക്തി മക്കയിൽ നിന്ന് മുഹമ്മദിന്റെ ദൂതനായിക്കൊണ്ട് വന്നിട്ടുണ്ട് എന്നും അയാൾ ഇവിടെ ദീനി പ്രവർത്തനങ്ങൾ എന്നുള്ള രീതിയിൽ പല പ്രവർത്തനങ്ങളും നടത്തുന്നുണ്ട് എന്നും ഔസ് ഗോത്രത്തിന്റെ നേതാക്കന്മാരിൽപ്പെട്ട ഉസൈദ് ബിൻ ഹുലൈർ, അതുപോലെ തന്നെ സഅദ് ബിൻ മുആദ് പോലെയുള്ള 2 നേതാക്കന്മാർ മനസ്സിലാക്കിയത്, ഞങ്ങളുടെ നാട്ടിൽ വന്നുകൊണ്ട് ഞങ്ങളുടെ ചെറുപ്പക്കാരെയും ഞങ്ങളുടെ യുവാക്കളെയും ഒക്കെ തെറ്റിക്കുന്നു, അവരുടെ ആശയ പരിവർത്തനത്തിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നു, അവരെ മതം മാറ്റുന്നു, ഈ രൂപത്തിലുള്ള സംഗതികൾ മിസ്അബ് ബിൻ ഉമൈർ ചെയ്യുന്നുണ്ട് എന്നും അതുകൊണ്ട് മിസ്അബിനെ ഇതിൽ നിന്ന് തടയണമെന്നുമാണ് ഇവര് തീരുമാനിക്കുന്നത്. സഅദ് ബിൻ മുആദ് നമുക്കറിയാം, ഇസ്ലാമിക ചരിത്രത്തിൽ വളരെ പ്രസിദ്ധനായ വ്യക്തിയാണ്. ആ സഅദ് ബിൻ മുആദ് അവരുടെ ഗോത്രത്തിലെ ചോദ്യം ചെയ്യപ്പെടാത്ത തലവനാണ്. പക്ഷെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം മിസ്അബ് ബിൻ ഉമൈറിനെ എന്തെങ്കിലും ചെയ്യാൻ പ്രയാസമുണ്ട്. കാരണം മിസ്അബ് ബിൻ ഉമൈർ താമസിക്കുന്നത് അസ്അദ് ബിൻ സുറാറ എന്ന് പറയുന്ന മാന്യന്റെ വീട്ടിലാണ്, അദ്ദേഹത്തിന്റെ സംരക്ഷണത്തിലാണ്. ഈ അസ്അദ് ബിൻ സുറാറ എന്ന് പറയുന്നത് സഅദ് ബിൻ മുആദിന്റെ മൂത്തമ്മയുടെ മകനാണ്. അപ്പോ സഅദ് ബിൻ സുറാറ ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ തന്നെ അയാളെ കൈകാര്യം ചെയ്യുമായിരുന്നു. കാരണം അദ്ദേഹം എന്റെ മൂത്തമ്മയുടെ മകനാണല്ലോ. അപ്പൊ അദ്ദേഹത്തിന്റെ സപ്പോർട്ട് ഉള്ളത് കൊണ്ട് എനിക്കൊന്നും തന്നെ ചെയ്യാൻ നിവൃത്തിയില്ല, അതുകൊണ്ട് നീ പോയിട്ട് എന്തെങ്കിലും ചെയ്യൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഉസൈദ് ബിൻ ഹുലൈർ എന്ന് പറയുന്ന 2ാമത്തെ തലവനെ, വേറെ മേധാവിനെ അദ്ദേഹം ഈ മിസ്അബിനെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി പറഞ്ഞയക്കുന്നത്. ഉസൈദ് ബിൻ ഹുലൈർ പിന്നെ മിസ്അബ് ബിൻ ഉമൈറും അസ്അദ് ബിൻ സുറാറയും ഇരിക്കുന്ന സ്ഥലത്ത് വരികയും ആ അസ്അദ് ബിൻ സുറാറയോട് വളരെയേറെ കുപിതനായിക്കൊണ്ട് സംസാരിക്കുകയും നാട്ടിൽ ഫിത്നയും കുഴപ്പവും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഈ പ്രവർത്തനം നിർത്തിവെക്കണമെന്നും ഞങ്ങളെ ആരെയും തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളുമായിട്ട് സമീപിക്കരുത് എന്നൊക്കെയുള്ള താക്കീദിന്റെ സ്വരത്തിൽ സംസാരിക്കുന്നത് നമുക്ക് കാണാം. ഈ ഉസൈദ് ബിൻ ഹുലൈർ എന്ന് പറയുന്ന വ്യക്തി വരുമ്പോൾ തന്നെ അസ്അദ് ബിൻ സുറാറ മിസ്അബ് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നുണ്ട്, ഇതാ നീ നല്ലവണ്ണം ശ്രദ്ധിച്ചോ, അയാളെങ്ങാനും നന്നായി കിട്ടിയാൽ അത് നമുക്ക് വലിയ ഒരു മുതൽക്കൂട്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ വരുന്ന ആളെ പരിചയപ്പെടുത്തുകയും അങ്ങനെ അദ്ദേഹവുമായിട്ട് സംസാരിക്കാൻ മിസ്അബിനെ ശട്ടം കെട്ടുകയും ചെയ്യുന്നു. മിസ്അബ് റളിയല്ലാഹു അൻഹു ഇദ്ദേഹം കുപിതനായിക്കൊണ്ട് സംസാരിച്ചപ്പോൾ, അല്ലയോ സഹോദര, താങ്കൾ അല്പമൊന്ന് ഇരിക്കുമോ, ഞങ്ങൾ പറയുന്നത് ഒന്ന് കേട്ടാൽ മതി, ഇനി കേട്ടിട്ട് താങ്കൾക്കത് സ്വീകാര്യമാണ് എങ്കിൽ സ്വീകരിക്കാം, അല്ല എങ്കിൽ ഞങ്ങൾ താങ്കളെ ശല്യപ്പെടുത്താൻ വരുന്നില്ല, അല്പനേരം ഒന്ന് ഇരുന്നു കൊണ്ട് കേട്ടുകൂടെ എന്ന് വളരെ മാന്യമായും അതുപോലെ തന്നെ വളരെ വിനയത്തിലും അദ്ദേഹത്തിന്റെ സംസാര ശൈലിയും അദ്ദേഹത്തിന്റെ പ്രബോധന രീതിയും ഒക്കെ വളരെ എടുത്തു പറയാവുന്നതായിരുന്നു എന്ന് ചരിത്രകാരന്മാർ പറയുകയാണ്. താങ്കൾ പറയുന്നത് തീർച്ചയായും തന്നെ ഒരു മര്യാദയുള്ള വർത്തമാനമാണല്ലോ, അതുകൊണ്ട് ഒന്ന് കേട്ടുകളയാം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇരിക്കുന്നു. മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു വളരെ നല്ല രീതിയിൽ ദീനിനെ സംബന്ധിച്ചും ഇസ്ലാമിനെ സംബന്ധിച്ചും അത് പറയുന്ന കാര്യങ്ങളെ സംബന്ധിച്ചുമൊക്കെ അദ്ദേഹത്തെ ഉണർത്തുന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ മനസ്സിനെ അത് ഹഠാതാകർഷിക്കുന്നു. ഈ ദീനിൽ
പ്രവേശിക്കാൻ ഇനി എന്താണ് വേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ താങ്കൾ പോയി കുളിച്ചു വരിക, അങ്ങനെ ഷഹാദത്ത് ഉച്ചരിക്കുക, 2 റക്അത്ത് നമസ്കരിക്കുക എന്നുള്ള ചടങ്ങുകളൊക്കെ പറഞ്ഞു കൊടുക്കുകയും അതേപോലെ അദ്ദേഹം അംഗീകരിച്ചുകൊണ്ട് മുസ്ലിം ആയിക്കൊണ്ടാണ് പിന്നീട് ഈ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹുവിന്റെ അടുത്തേക്ക് തിരിച്ചു പോകുന്നത്. ഈ ഉസൈദ് ഇബ്നു ഹുദൈറിനെ കാണുന്നതോടെ തന്നെ സഅദ് പറയുന്നുണ്ട്, നീ പോയ മാതിരിയല്ലോ തിരിച്ചു വരുന്നത് എന്ന്. അപ്പോ ഏതായിരുന്നാലും സഅദിനെ പിണക്കണ്ട എന്നുള്ള രീതിയിൽ അദ്ദേഹം പറയുകയാണ്, താങ്കൾ പറഞ്ഞത് ശരി, ഞാൻ അവരോട് മര്യാദപൂർവമാണ് അവരെല്ലാവരും സംസാരിക്കുന്നത്, കുഴപ്പമൊന്നും തന്നെ ഉണ്ടാക്കുന്നില്ല. മാത്രമല്ല അസാദ് ഇബ്നു സുറാറയെ ദ്രോഹിക്കാൻ ആരൊക്കെയോ ചില ചട്ടം കെട്ടുന്നുണ്ട് എന്നും കേട്ടല്ലോ എന്നുള്ള രീതിയിൽ അദ്ദേഹം ചില തന്ത്രങ്ങൾ പ്രയോഗിക്കുന്നു. കാരണം അസാദ് ഇബ്നു സുറാറ ഇദ്ദേഹത്തിന്റെ മൂത്തമ്മയുടെ മകനാണല്ലോ. അദ്ദേഹത്തെ ദ്രോഹിക്കാൻ വേറുള്ള ആളുകളൊക്കെ ഒരുങ്ങി പുറപ്പെട്ടിട്ടുണ്ട് കേട്ട പാടെ തന്നെ പിന്നീട് അദ്ദേഹം ഉടനെ അദ്ദേഹത്തെ സംരക്ഷിക്കാൻ വേണ്ടി പോവുകയാണ്. പക്ഷെ അദ്ദേഹം പോയിക്കൊണ്ട് അസാദ് ഇബ്നു സുറാറയെ ചെന്ന് നോക്കുമ്പോൾ ഒരു കുഴപ്പമൊന്നുമില്ല. അപ്പൊ അദ്ദേഹത്തിന് മനസ്സിലായി, ഇവരെ എന്നെ പറ്റിച്ചതാണ്, ഇവരെ കേൾക്കാൻ വേണ്ടിയിട്ട് എന്നെ പറഞ്ഞയച്ചതാണ് എന്നുള്ള രീതിയിൽ പിന്നെ അദ്ദേഹത്തിന് കാര്യം പിടികിട്ടി. പക്ഷേ സഅദ് ഇബ്നു മുആദിനെ കണ്ടപാടെ മുസാബ് ഇബ്നു ഉമൈറിനോട് നേരത്തെ തന്നെ അസാദ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അസാദ് ഇബ്നു സുറാറ പറഞ്ഞിട്ടുണ്ടായിരുന്നു, താങ്കൾ ഇദ്ദേഹത്തെ വളരെയേറെ കൈകാര്യം ചെയ്യുന്നതിൽ വളരെ ശ്രദ്ധിക്കണം എന്നുള്ളത്. അദ്ദേഹം മുസ്ലിമായി കിട്ടിയാൽ പിന്നെ നമുക്ക് നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ രക്ഷയായി എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ മുസാബ് ഇബ്നു ഉമൈറും നേരത്തെയുള്ള അതേ അദ്ദേഹത്തിന്റെ തന്ത്രപ്രകാരം വളരെ മാന്യമായും വളരെ മനസ്സിൽ തട്ടുന്ന രീതിയിലും സഅദ് ഇബ്നു മുആദുമായിട്ട് സംസാരിക്കുകയും അദ്ദേഹത്തിന് ഖുർആനിക സൂക്തങ്ങൾ ഓതിക്കേൾപ്പിക്കുകയും അദ്ദേഹത്തെ ഈ വാക്യങ്ങളെല്ലാം തന്നെ ഹഠാതാകർഷിക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണാം. അങ്ങനെ ഈ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവും മുസ്ലിമായി തീരുന്നത് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നു. മാത്രമല്ല സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു ഈ ബനു അഹ്ശൽ ഗോത്രം എന്ന് പറയുന്ന ആ ഗോത്രത്തിന്റെ ചോദ്യം ചെയ്യപ്പെടാത്ത നേതാവാണ്. അദ്ദേഹം നേരെ തിരിച്ചു വന്നുകൊണ്ട് ആ ഗോത്രക്കാരെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, ഫഇന്ന കലാമ റിജാലിക്കും വനിസായിക്കും അലയ്യ ഹറാം ഹത്താ തുഅ്മിനൂ ബില്ലാഹി വറസൂലിഹി. നിങ്ങൾ അല്ലാഹുവിലും റസൂലിലും വിശ്വസിക്കുകയില്ല എങ്കിൽ നിങ്ങളുടെ ആണുങ്ങളോടും പെണ്ണുങ്ങളോടും ഒരു വാക്കും തന്നെ ഇനി ഞാൻ സംസാരിക്കുകയില്ല, നിങ്ങളോടുമുള്ള എല്ലാ ബന്ധവും അറ്റുകഴിഞ്ഞു എന്നുള്ള രൂപത്തിൽ സ്വന്തം ഗോത്രക്കാരോട് വന്ന് അദ്ദേഹം തന്റെ നിലപാട് വ്യക്തമാക്കുന്നു. ചരിത്രകാരന്മാർ പറയുകയാണ്, അന്ന് ദിവസം രാത്രിയാകുന്നതിന് മുമ്പേ ആ ഗോത്രത്തിൽ എല്ലാ ആളുകളും ആണും പെണ്ണും മുസ്ലിമത്തുമായി കൊണ്ട് മാറുന്ന ഒരവസ്ഥ ഉണ്ടായിത്തീർന്നുവെന്ന്. കാരണം ഈ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ ഇസ്ലാം മത സ്വീകാരം മദീനയുടെ ചരിത്രത്തിൽ തന്നെ വലിയ ഒരു സംഭവമായിട്ട് തീരുകയും ഒരു ഗോത്രത്തെ ഒന്നാകെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ അത് പര്യാപ്തമായി തീരുകയും ചെയ്തു എന്ന്. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ പ്രബോധന പ്രവർത്തനങ്ങൾ വളരെ പ്രയാസകരമായ ഒരു അന്തരീക്ഷത്തിൽ നിന്ന് കുറെ കൂടി എളുപ്പമുള്ളതും സൗകര്യമുള്ളതുമായ ഒരു ഘട്ടത്തിലേക്ക് പോവുകയും അള്ളാഹുവിന്റെ ദീനിന്റെ മറ്റു കാര്യങ്ങൾ കൂടി സമൂഹത്തിൽ പറയാനും നടപ്പാക്കാനും ഒക്കെ അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടുള്ള കളം ഒരുങ്ങിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നത് ഇതിലൂടെ നമുക്ക് കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിനെ യഥാവിധി മനസ്സിലാക്കുവാനും അവന്റെ പ്രവാചകന്റെ മാതൃക പിൻപറ്റിക്കൊണ്ട് ജീവിക്കാനും നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.